എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാവുന്ന CMS ഇൻഫോസിസ്റ്റം ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. 398 രൂപയുടെ അതിൻ്റെ ഇപ്പോൾ നടക്കുന്ന പ്രൈസ്. നമുക്കതിൻ്റെ ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ ഡീറ്റെയിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഈ സ്റ്റോക്കിനെ കുറിച്ച്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പരമാവധി മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം. പിന്നെ ഏത് ലെവലിലാണിത് അപ്സൈഡ് ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് മുകളിലേക്ക് പോകാൻ സാധ്യത, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ ഒരു ഷെയറിനെ കുറിച്ച് പറയുമ്പോൾ അത് പറയുന്ന ആ സമയത്ത് അല്ല മേടിക്കാനുള്ളത്. അത് ചിലപ്പോൾ ചില ഷെയർസ് ആ സമയത്ത് മേടിക്കേണ്ടതായിട്ടുണ്ടാവും. ചിലത് വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ട് ചില റേഞ്ചുകൾ കഴിയുമ്പോൾ മേടിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു തമ്പനയിൽ കണ്ടിട്ട് അത് ഓടിച്ചെന്ന് മേടിക്കുക ഒരു അഭികാമ്യമല്ല. എന്താണ് വീഡിയോയിൽ പറയുന്നത് എന്നുള്ളത് മുഴുവൻ ഗ്രഹിച്ചിട്ട് മാത്രമേ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുക എന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് CMS ഇൻഫോസിസ്റ്റത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയയിലേക്ക് പോവാം. നമുക്കിവിടെ കാണാം മാർക്കറ്റ് ക്യാപ്പ് 6473 കോടിയുടെ. സ്റ്റോക്ക് പി 20 സ്റ്റോക്ക് പി. ROC 28ഉം ROE 20. വെരി ഗുഡ്. രണ്ടും നല്ലൊരു ROE, നല്ല ക്രൈറ്റീരിയപ്പെട്ട ROE. ബുക്ക് വാല്യൂ നല്ല ബുക്ക് വാല്യൂ ഉണ്ട് 103. സ്റ്റോക്ക് പി നന്നായിട്ട് ഉയർന്നിട്ടൊന്നുമില്ല, 20 ഉള്ളൂ സ്റ്റോക്ക് പി. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ ഇത് നല്ല തരക്കേടില്ലാത്ത എബവ് ഏവറേജിൽ നിൽക്കുന്നു ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ. ക്വാർട്ടറിൽ റിസൾട്ട് നമ്മൾ നോക്കിയാലാണ് ഡിസംബർ ഈ ക്വാർട്ടറിൽ 523 കോടിയാണ് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. ലാസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ ഇത് കമ്പയർ ചെയ്തിട്ട് പ്രീവിയസ് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 438. അപ്പോൾ സെയിൽസിൽ നല്ലൊരു ഗ്രോത്ത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എടുത്തതിൽ ഇവിടെ 67, ലാസ്റ്റ് ക്വാർട്ടർ അതായത് ക്വാർട്ടർ ടു ക്വാർട്ടർ ഡിസംബർ 22 ക്വാർട്ടറിൽ 67 കോടി ഉണ്ടായത് ഇവിടെ 96 കോടിയായി. പ്രോഫിറ്റിൽ നല്ലൊരു ജമ്പിങ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കേട്ടോ, 96 കോടി. അതുകൂടാതെ നമ്മൾ മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ക്വാർട്ടർ എടുത്ത് കണ്ട സെയിൽ കൂടിക്കൊണ്ട് 250, 329 കണ്ടേ ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കും. 390, 417, 449 കണ്ട സെയിൽ ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ പ്രോഫിറ്റ് കണ്ട 37, 52, 42 55, 67, 77, 96 ഗ്രാജുവലി പ്രോഫിറ്റും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഒരു നമ്മൾ ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് പ്രോഫിറ്റ് നല്ലൊരു ഗ്രോത്ത് ഉണ്ട്, സെയിൽസും നല്ല ഗ്രോത്ത് ഉണ്ട്. കമ്പനി വളർന്നുകൊണ്ടിരിക്കുന്നു. കമ്പനി നമുക്ക് കണ്ടാലറിയാം ഒരു സ്റ്റഡി അല്ല, പ്രോഫിറ്റിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ശുഭസൂചകമാണത് ഈ ഷെയറിനെ കുറിച്ച്. ഇനി നമുക്ക് ഇതിൻ്റെ ന്യൂസുകൾ കുറച്ചൊന്ന് പോകാനുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ടെക്നിക്കൽ റീസൺസ് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ന്യൂസുകൾ എന്താണ്, ഇതിൻ്റെ സമീപകാലത്ത് വന്ന ന്യൂസുകൾ നമുക്ക് നോക്കാം. സമീപകാലത്ത് കുറേ ന്യൂസുകൾ ഇതിൻ്റെ വന്നിട്ടുണ്ട്. സമീപകാലത്ത് വന്ന ന്യൂസുകൾ നമ്മൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഇത് നല്ല രീതിയിൽ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാനായിട്ട് സിയോൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ്ലോഡ് എൻ്റെ സ്റ്റേക്ക് ഇത്, അതായത് പ്രൊമോട്ടേഴ്സ് ഇത് നല്ല രീതിയിൽ സെല്ല് ചെയ്ത് പോയി. അതായത് ഫെബ്രുവരി 27 28 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്ത് ആ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തത് അത് മുഴുവൻ ഏകദേശം ഒട്ടുമിക്ക ഷെയർസും നമ്മളെ മ്യൂച്വൽ ഫണ്ടുകാർ മേടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇതിൽ കാണാൻ കാട്ടും. നമുക്കിവിടെ CMS ഇൻഫോസിസ്റ്റത്തിൻ്റെ 29-ാം തീയതി കണ്ട വളരെ ബൾക്കായിട്ട് മ്യൂച്വൽ ഫണ്ടുകാർ അവർ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്ത ഷെയർസ് ബൾക്കായിട്ട് മ്യൂച്വൽ ഫണ്ടുകാർ മേടിച്ചു. ഓരോ മ്യൂച്വൽ ഫണ്ട് എലിമാത്ത അഡ്വൈസറി, നോമുറ ഫണ്ട്, കോട്ടക് മഹീന്ദ്ര, മാത്യു സിറിയക്ക്, തിങ്ക് ഇന്ത്യ ഓപ്പർച്യൂണിറ്റി, ICICI പ്രൊഡക്റ്റ്, അങ്ങനെ ഒട്ടുമിക്ക മ്യൂച്വൽ ഫണ്ടിലും അവർ സെല്ല് ചെയ്തതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഇവർ മേടിച്ചു. അപ്പോൾ ഇവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടുകാർക്ക് ഈ കമ്പനിയെക്കുറിച്ച് നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇവർ ഇതിൽ മേടിച്ചിട്ടുള്ളത്. പക്ഷേ പ്രൊമോട്ടേഴ്സ് എന്തുകൊണ്ടാണ് സെല്ല് ചെയ്തതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം വളർച്ചാ സാധ്യതയുള്ളൊരു കമ്പനിയാണ്, അവരെന്തുകൊണ്ട് സെല്ല് ചെയ്തെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടുകാർക്ക് ഇത് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇവർ ഇത്രയും മേടിച്ചത്. നമുക്കിവിടെ കണ്ടാലറിയാം. കണ്ട നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ബൾക്ക് ഡീൽ കാണാനായിട്ട് സാധിക്കും. അതായത് 27-ാം തീയതി ഇവരൊക്കെ മേടിച്ചിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ മറ്റൊരു കാര്യം കണ്ട, ഇത് മാർച്ച് 1 റിസൾട്ടാണിത്.
മാർച്ച് 1 ഇത് വന്നിരിക്കുക. അതായത് ഇതിൻ്റെ CEO ഇത് നന്നായിട്ട് മേടിച്ചിട്ടുണ്ട്. CEO അവിടെ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാം. CEO രാജീവ് കൗൾ റൈസസ് ഷേക്ക് ഫെബ്രുവരി CEO ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ CEക്ക് നല്ല കോൺഫിഡൻസ്, അതുകൊണ്ടാണ് CE ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, CE മേടിച്ചത്. അതുകൂടാതെ മറ്റൊരു ന്യൂസും കൂടി നമുക്ക് കാണാം. ഇതിൻ്റെ മണി കൺട്രോളിൻ്റെ അനലിസ്റ്റർ CMS ഇൻഫോസിസ് വൈ വി ഡു സി മോർ അപ്സൈഡ് എന്ന് പറയുന്നത്. അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ് വരുന്നത്. അപ്പോൾ അതിൽ കുറേ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ട്, കുറേ പ്ലസ് പോയിന്റ് ഇവിടെയൊക്കെ ഹൈലൈറ്റ്സ് പറയാം. ന്യൂ ഓർഡർ 600 പ്രൊമോട്ടേഴ്സ്, എക്സിറ്റ്, വാല്യുവേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് പോയി നോക്കാം എന്താണ് ഇവർ അവസാനം പറയുന്നത്. ഇതിൻ്റെ ഫോർകാസ്റ്റും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ താഴേക്ക് വന്നാൽ കണ്ട വാല്യുവേഷൻ. ആ വാല്യുവേഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. അത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് CMS ഇൻഫോസിസ്റ്റം ട്രേഡഡ് അത് പറഞ്ഞിട്ട് അട്രാക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വി റിട്ടേൺ ടു അവർ ഓവർ വെയ്റ്റ് റേറ്റ് ബയർ ഓഫ് ദി സ്റ്റോക്ക്. അപ്പോൾ മണി കൺട്രോളിൻ്റെ അനലിസ്റ്റുകാരും ഇതിലൊരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് പറയുന്നത്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഇനി നമുക്ക് നമ്മുടേതായ നിഗമനത്തിൻ്റെ ഒരു ചാർട്ട് അനലൈസ് വെച്ച് നോക്കാം. ഇത്രയും കാര്യങ്ങളുണ്ട്. പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തിട്ടുണ്ട്, അതുകൂടാതെ മ്യൂച്വൽ ഫണ്ടിൽ നന്നായിട്ട് ബൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് CEO അത് ബൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയയും നമ്മൾ നോക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു CMS ഇൻഫോസിസ്റ്റത്തിൻ്റെ ഒരു വീക്കിലി ചാർട്ട്. ഇതാണ് ഒരു വീക്കിലി ചാർട്ട്. വീക്കിലി ചാർട്ടിൽ ഇവിടെ നമുക്ക് നോക്കിയാലായിട്ട് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടാ 343 345 റേഞ്ചിൽ. ഇതാണ് 343 345 റേഞ്ചാണിത്. 343 345 റേഞ്ചാണിത്. ഈ റേഞ്ചിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായത്. ഇവിടെ അത് നല്ല രീതിയിൽ കയറിപ്പോയി. അതിനുശേഷമാണ് ഇവിടെ അത് സപ്പോർട്ടായിട്ട് മാറി. ഇവിടെ ഈ റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത് മാറി. അതുകൂടാതെ ഈ 345 റേഞ്ചിൽ ഇവിടെ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ അപ്പ് സൈഡിൽ ഒരു 406 408 റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കാണിക്കും ഇവിടെ 406 408 റേഞ്ചിൽ ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തിരിക്കുന്നത്, അതായത് 406 408. അപ്പോൾ ഇതിനുള്ളിലാണ് കണ്ടത്. നമുക്ക് നോക്കിയാൽ അറിയാം ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഏകദേശം ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ് പെർ വീക്കിലി ക്ലോസിങ് ഇതിന് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കിവിടെ ഒരു ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അത് അങ്ങനെ ഗ്രീൻ ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് മുകളിൽ ഒരു ക്ലോസിങ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ആണ് ഇവിടെ ഉള്ളത്. നമ്മൊരു ബൈ എൻട്രി പൊസിഷൻ എടുക്കുന്ന ഒരാൾ ആണെങ്കിൽ നമുക്കൊരു 365 നമുക്ക് സ്റ്റോപ്പ് ലോസ് പരിഗണിക്കേണ്ട ഒരു ഏരിയ. 360 ഈ ഏരിയയുടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിച്ചാൽ മതി. 365 റേഞ്ച്. അപ്പോൾ ഈ റേഞ്ചിന് താഴേക്ക് ഇത് ക്ലോസിങ് വരികയാണെങ്കിൽ അപ്പോൾ ഇത് സ്ട്രക്ചറായിട്ട് മാറും. അപ്പോൾ ഇത് വിറ്റ് മാറുന്ന രീതിയിൽ വേണം ട്രേഡ് ഓപ്പർച്യൂണിറ്റി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഇനി അതുപോലെ കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവരാണെങ്കിൽ ഈ റേഞ്ച് തന്നെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇടുന്നവർ കുറച്ചും കൂടി ടാർഗറ്റ് പോയിന്റ് വെക്കാനായിട്ട് ശ്രമിക്കണം. കുറച്ചും കൂടി ടൈം പീരീഡ് കൂട്ടിയെടുക്കണം അവർക്ക് അങ്ങനെ വരുമ്പോൾ ടാർഗറ്റും ടൈം പീരീഡും കൂട്ടിയെടുക്കേണ്ടത് വരും. മറ്റേത് വരുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. ഒരു 10-20% ഇതിൽ ഈസി ആയിട്ട് കിട്ടാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ഫണ്ടമെൻ്റൽ നോക്കി പ്രോഫിറ്റൊക്കെ നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുന്നു, ഗ്രാജുവലി കയറിക്കൊണ്ടിരിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകാർ നല്ല രീതിയിൽ മേടിച്ചിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് വിറ്റ ഷെയർസ് അവർ മേടിച്ചു, അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ മേടിച്ചു. അതുകൂടാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പനിയുടെ CEO നല്ല രീതിയിൽ ഷെയറും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മൾ മണി കൺട്രോളിൻ്റെ അനലിസ്റ്റിൽ ബൈയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ്
ഈ ഷെയറിലും ഉണ്ട്. അപ്പോൾ ഇതൊരു നിങ്ങളൊരു വാച്ച് ലിസ്റ്റിൽ ഇടുക. താല്പര്യമുള്ളവർ ഇത് ഒരു എക്സിക്യൂട്ടീവ് ചെയ്യുക. പക്ഷേ ഈ കണ്ടീഷൻസ് മറക്കരുത്. 365 നല്ലൊരു സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ആയിട്ട് വെക്കണം എന്നുള്ളത് മറക്കരുത്. അത് ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക. അപ്പോൾ ഇതാണ് CMS ഇൻഫോ എന്ന് പറയുന്ന ഷെയറിൻ്റെ ഡീറ്റെയിൽ. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് ആരും കണക്കാക്കരുത്. കാരണം ഇത് ചാർട്ടിൽ ഇങ്ങനെ പാറ്റേൺ വന്നപ്പോൾ ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തിയെന്ന് മാത്രമാണ്. ഏതൊക്കെ ഫണ്ടമെൻ്റലും ടെക്നിക്കലും മണി കൺട്രോളിൽ വന്ന ന്യൂസും പരിചയപ്പെടുത്തിയെന്ന് മാത്രമാണ്. ഞാൻ നിങ്ങളോട് ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ പറയുന്നതല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വേറെ നല്ല സ്റ്റോക്കായിട്ട് വരുന്നവരെ ബൈ ബൈ.